പാകിസ്ഥാനിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഗ്വാദർ എന്ന് പറയുന്ന തീരദേശ നഗരത്തോട് ചേർന്നാണ് ഇപ്പോൾ പുതുതായി നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് $230 മില്യൺ ചെലവാക്കി, അതായത് 2981 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫും ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യാങ്ങും ചേർന്ന് ഈ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുവരും നേരിട്ട് വിമാനത്താവളത്തിലേക്ക് എത്തിയില്ല, വെർച്വൽ മീറ്റ് വഴിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്ന് വെച്ചാൽ ഈ എയർപോർട്ടിൻ്റെ നിർമ്മാണത്തിന് പൂർണ്ണമായും പണം ചെലവഴിച്ചത് ചൈനയാണെന്ന് പറയാം. അതായത് ചൈന പാക് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതിയുമായി ചൈന കുറേ കാലമായി പാകിസ്ഥാനിലുണ്ട്. ഏതാണ്ട് 3.6 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ചൈന നടപ്പാക്കുന്നത്. അങ്ങനെയുള്ള പദ്ധതി നടപ്പാക്കിയാൽ ചൈനയുടെ പടിഞ്ഞാറ് സിൻജിയാങ് പ്രവിശ്യയെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്വാദറിൽ പുതിയ ഒരു എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്വാദർ എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. അവിടെ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് പുതുതായിട്ട് ഈ വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4300 ഏക്കറിൽ വിശാലമായൊരു പ്രദേശമാണ് ഈ എയർപോർട്ടിനോടനുബന്ധിച്ചെല്ലാം ഉള്ളത്. പാക് എയർലൈൻസിൻ്റെ വിമാനത്തിൽ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം അവിടെ വന്നിറങ്ങിയിരുന്നു. എന്നിട്ട് ആ വിമാനം തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റും വന്നിറങ്ങുന്നില്ല, ഒരു ഫ്ലൈറ്റും പറന്നു പൊങ്ങുന്നില്ല. അതായത് വിമാനങ്ങളില്ലാത്ത എയർപോർട്ടായിട്ട് പാകിസ്ഥാനിലെ ഗ്വാദർ എയർപോർട്ട് മാറി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് ഇവിടേക്കൊരു പാസഞ്ചർ പോലും എത്തുന്നില്ല. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വിശാലമായൊരു പ്രദേശമുണ്ട്. ഈ പ്രദേശത്താണ് ഗ്വാദർ വിമാനത്താവളം നിർമ്മിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2981 കോടി രൂപ മുടക്കി ഇങ്ങനൊരു വിമാനത്താവളം നിർമ്മിക്കുമ്പോൾ അതിന് പിന്നിൽ ചൈനയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിൽ അല്ലെങ്കിൽ മാലിദ്വീപിൽ, നേപ്പാളിലൊക്കെ ചൈന ചിലയിടത്ത് പണം മുടക്കി, ചിലയിടത്ത് പണം മുടക്കാൻ പോകുന്നു. അപ്പോൾ ആ രാജ്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രതീതി എപ്പോഴും ചൈന ജനിപ്പിക്കും. അതിനുശേഷം ചൈനീസ് താല്പര്യങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കും. സമാനമായ സ്ഥിതിയാണ് ഈ ബലൂചിസ്ഥാൻ മേഖലയിലും അവർ നടപ്പാക്കുന്നത്. അതായത് ചൈന അവിടെ ഗ്വാദർ തുറമുഖം നേരത്തെ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഈ ഗ്വാദർ തുറമുഖത്തിൻ്റെ നിയന്ത്രണമെല്ലാം തന്നെ ചൈനയ്ക്ക് കയ്യിൽ ഒതുങ്ങണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ ഇന്ത്യക്ക് അവിടെ ചില നിർണായക സ്വാധീനമൊക്കെ ഉണ്ട്. ഇത് കൂടാതെയാണ് 45 കിലോമീറ്റർ അകലെ ഏതാണ്ട് 2900 കോടിയിലധികം രൂപ ചെലവഴിച്ച് പുതിയൊരു എയർപോർട്ട് നിർമ്മിക്കുന്നത്. ഈ എയർപോർട്ട് നിർമ്മിക്കുന്നതോടെ മധ്യ കിഴക്കൻ ഏഷ്യയുമായിട്ട് അതുപോലെ തന്നെ പൂർവേഷ്യയുമായിട്ടും ഒക്കെ അടുത്ത ബന്ധം പുലർത്താം. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇവരുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്താനും എളുപ്പം ഈ വിമാന സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. ഇതാണ് ഇത്തരത്തിലൊരു വിമാനത്താവളം ഇവിടെ നിർമ്മിക്കാനായിട്ട് ചൈനയെ പ്രേരിപ്പിച്ചത്. ഏതാണ്ട് പ്രതിവർഷം അവിടുത്തെയുള്ള യാത്രക്കാരുടെ ശേഷി എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ഇത് 1.6 ദശലക്ഷം വരെയായിട്ട് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. അത്തരം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പദ്ധതിയൊക്കെ നടപ്പാക്കിയത്. ഇതൊക്കെ നടപ്പാക്കിയെങ്കിൽ പോലും ഈ എയർപോർട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ ചൈനീസ് പ്രധാനമന്ത്രി ഈ വെർച്വൽ മീറ്റിലൂടെ അത് ഉദ്ഘാടനം ചെയ്തു എന്നത് ഒഴിച്ചാൽ മറ്റ് ചൈനീസ് ഉദ്യോഗസ്ഥരാരും ഇവിടെ വന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ മേഖല പാകിസ്ഥാനിൽ വലിയ പരിഭ്രാന്തി, വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ 50 വർഷമായി ഇവിടെ ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ചൈനയിലെ പട്ടാളം എപ്പോഴും അവിടെ നിരീക്ഷണ വിധേയമായിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും തരത്തിലൊരു പ്രതിഷേധമോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഉടൻ ചൈനീസ് പട്ടാളം അവിടെ എത്തുന്നു, കുറേ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, കുറേ ആളുകളെ ജയിലിലിടുന്നു, മർദ്ദിക്കുന്നു, എന്തിന് വെടിവെച്ച് കൊല്ലുക പോലും ചെയ്യും. അങ്ങനെ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ചാവേർ സംഘം രൂപപ്പെടുന്നത്. ഈ ചാവേർ സംഘം പാകിസ്ഥാൻ ആർമിയിൽപ്പെട്ട ആരെങ്കിലും കണ്ടാൽ അവർ തിരിച്ചാക്രമിക്കും, വെടിവെച്ച് കൊല്ലും. ഇനി ഇവിടെ ജോലി എടുക്കാനായിട്ട് വരുന്നത് ചൈനയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരെ എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, ലേബേഴ്സ് ആയിക്കോട്ടെ, ഉന്നത ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ആരായാലും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവർക്ക് പിന്തുണ നൽകുന്നത് ഇന്ത്യയാണ്, റോ ആണ് എന്നൊക്കെ ആരോപണമുണ്ട്. പാകിസ്ഥാൻ്റെ മൊത്തം വിസ്തൃതി കണക്കിലെടുത്താൽ ഏതാണ്ട് 44% വരുന്ന ഭാഗവും ഈ ബലൂജ് മേഖലയിലാണ്. അതായത് ധാതു സമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് ഈ ബലൂജ് മേഖല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ വരുമാനത്തിൻ്റെ ഗണ്യമായ ഭാഗം ഇവിടെ നിന്ന് കിട്ടുന്നു. പക്ഷേ ഈ പണം പഞ്ചാബ്, സിന്ധ് ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളുടെ വികസനത്തിനായിട്ടാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതായത് ബലൂചിസ്ഥാനെ തീർത്തും അവഗണിക്കുന്ന ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് വലിയ എതിർപ്പുണ്ട്.
മാത്രമല്ല ഏതാണ്ട് 4300 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു പുതിയ എയർപോർട്ട് നിർമ്മിക്കുകയാണ്. ഈ എയർപോർട്ട് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ തൊഴിൽ നൽകിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ആർമി ആ പ്രദേശമൊക്കെ വളഞ്ഞു ചൈനയിൽ നിന്ന് ലേബേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അവിടെ പണിയെടുപ്പിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് പ്രദേശവാസികൾക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിൻ്റെ ഒരു വികസനത്തിന്, എയർപോർട്ട് ഇനി മെച്ചപ്പെടുന്നതിനൊന്നും ആ നാട്ടിലെ ജനങ്ങൾക്ക് തീരെ താല്പര്യവുമില്ല. 50 വർഷമായി ആഭ്യന്തര കലാപം നടത്തുന്ന ബലൂചിസ്ഥാനികളുടെ ആവശ്യം ഇനി അവർ പുതിയൊരു രാഷ്ട്രമായിട്ട് പുറത്തേക്ക് പോകണം, തങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ട എന്നാണ്. അപ്പോൾ പാകിസ്ഥാനിലെ മൗലാന ഹസനുൾ റഹ്മാൻ എന്ന് പറയുന്ന MP അദ്ദേഹം തന്നെ അവിടുത്തെ പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു, ബലൂചിസ്ഥാനിലെ 7 ജില്ലകൾ എപ്പോൾ വേണമെങ്കിലും ഒരു കലാപ മേഖലയായി മാറാം, അവിടെ പട്ടിണിയും പ്രശ്നങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അവരോട് കാണിക്കുന്ന അവഗണന അവസാനിച്ചില്ലെങ്കിൽ 1971 എങ്ങനെയാണോ ബംഗ്ലാദേശ് രൂപപ്പെട്ടത് അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ്റെ പകുതിയോളം വരുന്ന ഒരു പ്രദേശം മറ്റൊരു രാജ്യമായി മാറും. ഇപ്പോൾ ഇവർക്ക് പിന്തുണയുമായി താലിബാൻ എത്തുന്നു. അതായത് അഫ്ഗാൻ ഭരണകൂടത്ത് അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ നിൽക്കുന്ന ഒരു സായുധ സംഘമാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. താലിബാനെ അനുകൂലിക്കുന്ന TTP എന്ന് പറയുന്ന ഒരു സംഘടന പാകിസ്ഥാനിലുണ്ട്, തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. അവരും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കൂടെ ചേരുന്നു. ആ ഭാഗത്തേക്ക് ചൈനയിൽ നിന്നുള്ള ആളുകളോ പാകിസ്ഥാൻ ആർമിയോ വന്നാൽ ഇവർ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഈ എയർപോർട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ പണം മുടക്കുന്ന ചൈന കൃത്യമായി തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, തങ്ങളുടെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ചൈന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സൗജന്യമായി ഇത്തരം ഒരു വിമാനത്താവളം പാകിസ്ഥാന് നിർമ്മിച്ച് നൽകിയതാണ്. കാരണം ചൈനയ്ക്ക് ഈ സപ്പോർട്ട് നൽകണമെങ്കിൽ ഇനി ചൈനീസ് ആർമി വരണം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാജ്യത്തിൻ്റെ പട്ടാളത്തിന് പാകിസ്ഥാനിലേക്ക് അനുമതി കൊടുക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് അവർ അനുമതി കൊടുക്കുന്നില്ല. ഇനി മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ എയർപോർട്ടിലേക്ക് ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കുന്നില്ല, വൈദ്യുതി ലഭിക്കുന്നില്ല. അപ്പോൾ പദ്ധതി ആസൂത്രണം ചെയ്ത സമയത്ത് ഇറാനിൽ നിന്ന് വൈദ്യുതി ലഭിക്കും, അതുപോലെ പാകിസ്ഥാനിലെ വലിയ സോളാർ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കാമെന്ന് കരുതിയേ. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. ആവശ്യത്തിന് വൈദ്യുതി പലപ്പോഴും ലഭിക്കുന്നില്ല. ആകപ്പാടെ പ്രദേശവാസികളുടെ സപ്പോർട്ടില്ല. അപ്പോൾ ഈ എയർപോർട്ടിന് ഇനി മുന്നോട്ട് നീങ്ങാനാവാത്ത അവസ്ഥ. ജനുവരി 20 ഈ ഗ്വാദർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തെങ്കിലും വിമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു എയർപോർട്ടായിട്ട് ഈ വിമാനത്താവളം മാറുകയാണ്. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇത്രയും വലിയ എയർപോർട്ടൊക്കെ നിർമ്മിച്ചു. ചൈനയുടെ ചില പദ്ധതികളുണ്ട്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ചൈനയ്ക്ക് വലിയ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയ പദ്ധതിയാണ്. അപ്പോൾ ഇതിലൂടെ പാകിസ്ഥാനും വികസിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഷഹബാസ് ഷെരീഫിനോ അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യാങ്ങിനോ ഈ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോലും വരാനെത്തിയില്ല, അല്ലെ വരാൻ സാധിച്ചില്ല. മാത്രമല്ല ചൈനീസ് ഉദ്യോഗസ്ഥരോ ചൈനീസ് ലേബേഴ്സോ ഇനി അങ്ങോട്ടേക്ക് വന്നാൽ പാകിസ്ഥാനിലെ ആർമിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരെ അറ്റാക്ക് ചെയ്യും. പൂർണ്ണ പിന്തുണയുമായിട്ട് താലിബാൻ നേതൃത്വം നൽകുന്ന ഒരു കൂട്ടം തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികളൊക്കെ ഉണ്ട്. അവർക്ക് പിന്തുണയുമായി പാകിസ്ഥാനുള്ളിൽ നിന്ന് ട്രെയിൻ ചെയ്യപ്പെട്ട തെഹരിക്കെ താലിബാൻ പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിൻ്റെ അവസ്ഥ ഏറെ ദുഷ്കരമാണ്, വളരെ മോശമാണെന്ന് തന്നെ പറയാം. അതായത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, പ്രാദേശിക എതിർപ്പുണ്ട്, ഇലക്ട്രിസിറ്റി ഉദ്ദേശിച്ച പോലെ ലഭിക്കുന്നില്ല. അങ്ങനെ ചൈനക്കാർക്ക് സുരക്ഷിതമായിട്ട് ഗ്വാദർ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലകളിലേക്ക് കടന്നു വരിക എന്ന ലക്ഷ്യത്തോടു കൂടി ചൈന നിർമ്മിച്ച എയർപോർട്ട് സത്യത്തിൽ ഇപ്പോൾ ആർക്കും പ്രയോജനമില്ലാത്ത ഒരവസ്ഥയാണ്. പാകിസ്ഥാൻ ആർമിക്ക് സഹായമൊക്കെ ചെയ്ത് നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവിടേക്ക് അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഗ്വാദർ തുറമുഖം അതുപോലെ തന്നെ ഗ്വാദർ എയർപോർട്ട് ഈ രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ മേഖലയുടെ നിയന്ത്രണം തങ്ങൾക്ക് കിട്ടുമെന്ന് ചൈന പ്രതീക്ഷിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ഏതാണ്ട് 44% ഭാഗം ഇവിടമാണെങ്കിലും ഇവിടെ ജനസംഖ്യ താരതമ്യേന കുറവാണ്. ഏതാണ്ട് 80,000 മുതൽ 1,00,000 വരെ ജനസംഖ്യ ഉള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. എന്തായാലും ഗോത്ര വിഭാഗക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. 50 വർഷത്തോളമായി പാകിസ്ഥാൻ എന്ന് പറയുന്ന സർക്കാരുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്നു. ഏത് നിമിഷവും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ പുതുതായിട്ട് രൂപം കൊണ്ടേക്കാം. അതിനിടയിലാണ് ഏറെ പണിപ്പെട്ട് ഈ ഗ്വാദർ എയർപോർട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. നിലവിൽ കുടിവെള്ളമില്ല, ഇലക്ട്രിസിറ്റിയുടെ സൗകര്യമില്ല, മാത്രമല്ല വിമാനങ്ങൾക്ക് വന്നിറങ്ങാൻ പോലും സാധിക്കുന്നില്ല, വിമാനങ്ങൾ പറന്നു പൊങ്ങുന്നില്ല.
പോകുന്നില്ല. മാത്രമല്ല പ്രദേശവാസികൾ ഈ എയർപോർട്ടിനെ ഏതാണ്ട് പൂർണ്ണമായും കൈയൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ കേന്ദ്രമായി നിർമ്മിച്ച ഈ ഗ്വാദർ എയർപോർട്ടിൻ്റെ ഭാവി എന്താകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം $230 മില്യൺ ചെലവഴിച്ചാണ് ഇത്തരത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എയർപോർട്ട് നിർമ്മിച്ചത്. ഉദ്ഘാടന ദിവസം പാക് എയർലൈൻസിൻ്റെ ഒരു വിമാനം വന്നിറങ്ങി, പിന്നീട് അവിടുന്ന് അത് പറന്നു പോവുകയും ചെയ്തു. ഇതൊഴിച്ചു നിർത്തിയാൽ ഇനി ഒരു വിമാനങ്ങൾ പോലും ഇല്ലാത്ത ഒരു എയർപോർട്ടായി ഈ ഗ്വാദർ എയർപോർട്ട് മാറുകയാണ്. എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പാകിസ്ഥാനും അതുപോലെ പണം മുടക്കിയ ചൈനയ്ക്കും അറിയില്ല എന്നതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.